ലൈംഗിക പീഡന കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ഇന്ന് 6 ദിവസമായി. രാഹുൽ രക്ഷപ്പെട്ടത് ചുവന്ന കാറിലെന്നാണ് പോലീസ് പറയുന്നത്. കാറുടമയെ ചോദ്യം ചെയ്യും. പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദേവികയുണ്ട്. ദേവിക, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 6 ദിവസം ആയിരിക്കുകയാണ്. ഇതുവരെയും അയാളെ കണ്ടെത്താനായില്ല. നമ്മുടെ പോലീസ് അത്ര മോശക്കാരൊന്നുമല്ല, കേരള പോലീസ്. അവർക്കത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്? നാളെയാണല്ലോ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അതുവരെ അങ്ങനെ പോട്ടെ, തെരഞ്ഞെടുപ്പ് കാലമൊക്കെ അല്ലേ എന്ന് കരുതിയാണോ ഈ വൈകുന്നത്? മായ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്തായാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് എതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. കാരണം അതിനു മുൻപ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ശരിയായ തെളിവുകൾ ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയാൽ അത് ഈ പോലീസിന് തന്നെ ഒരു വിമർശനം കിട്ടുന്ന ഒരു തലത്തിലേക്കൊക്കെ പോകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഈ അറസ്റ്റ് വൈകുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാട്ടെ കണ്ണാടിയിലുള്ള ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നിന്നാണ് ഇത്തരത്തിൽ മുങ്ങുന്നത്. എന്തായാലും ഒരു ചുവന്ന പോളോ കാറിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലം വിട്ടത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന്റെ ഉടമയെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ എത്തിയത്, ആ പശ്ചാത്തലമൊക്കെ അന്വേഷിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നത്. അതേസമയം തന്നെ രാഹുൽ ഈശ്വർ, അതായത് ഈ പരാതിക്കാരിക്ക് എതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ എന്ന പരാതിയിൽ, അതായത് ഈ പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ പങ്കുവച്ച പ്രതികരണവുമായി രംഗത്ത് വന്ന രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജില്ലാ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഈ പൂജപ്പുര ജയിലിൽ നിരാഹാര സമരവും തുടങ്ങിയിരുന്നു. എന്തായാലും ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ കോടതിയിൽ രാഹുൽ ഈശ്വർ നൽകും. വരും മണിക്കൂറുകളിൽ മറ്റുള്ളവരിലേക്കും കൂടി, അതായത് ഈ ഒരു ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന കേസിൽ 6 പ്രതികളുണ്ട്. അവരിലേക്ക് കൂടി ഇന്ന് അന്വേഷണം നീളും. മായ, എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ രാഹുലുമായ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസിൽ ഒട്ടേറെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടായിരിക്കുമല്ലോ അതൊക്കെ ചെയ്യുന്നുണ്ടാവുക. എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? ഈ ശബ്ദ സന്ദേശം യഥാർത്ഥമാണോ എന്നത് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഇത്തരത്തിൽ ഈ പോലീസ് ചെയ്തത്. അതിൽ യുവതിയുടെ ശബ്ദ സന്ദേശം ഇത്തരത്തിൽ വഴി ചിത്രീകരിച്ചതല്ല എന്ന നിഗമനത്തിൽ എന്ന ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ രാഹുലിന്റെ ശബ്ദവും ഇതുപോലെ പരിശോധന നടത്തും. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ ഓഫീസിലെത്തി സഹപ്രവർത്തകരുടെയൊക്കെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു. വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണവുമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇതിൽ ഏറ്റവും നിർണായകമായിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതിക്കാരിക്കെതിരെ, അതായത് പരാതിക്കാരി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളെല്ലാം തള്ളുന്ന രീതിയിലുള്ള ചില തെളിവുകൾ ഈ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിരുന്നു. അതിന് പിന്തുടർച്ചയായിട്ട് കുറച്ചധികം തെളിവുകൾ കൂടി കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. #വാല്യൂ സർട്ടിഫിക്കറ്റുകൾ, ചില വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ, കൂടുതൽ ഫോട്ടോകൾ എന്നിവയാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. നാളെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതെല്ലാം വളരെയധികം നിർണായകമാകുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്. മായ, ദേവിക, ഇരയും നമ്മളിൽ ഒരാളാണ് എന്ന് പോലും കരുതാതെയാണ് സൈബർ അറ്റാക്കുകൾ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അത് ഒരാളുടെ മാത്രം കാര്യത്തിലല്ല, ഏത് വിഷയം ഉണ്ടായാലും അങ്ങനെയാണ്. ഒട്ടേറെ ആളുകളുണ്ട്. അതിൽ ഒരു പരാതിയുടെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുകയൊക്കെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തും അറസ്റ്റ് ചെയ്തുമൊക്കെ. അതുപോലെ ഒട്ടേറെ ആളുകളുണ്ട് ഇനിയും. അവരിലേക്കൊക്കെയുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കൽ, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് അറിയാനാവുന്നത്? മായ, ഈ പരാതിക്കാരി ഇത്തരത്തിൽ തനിക്കെതിരെ ഈ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ ഇത്തരത്തിൽ വലിയൊരു അധിക്ഷേപം നടക്കുന്നുണ്ട് എന്നൊരു പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഈ സൈബർ പോലീസ് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ധൈര്യപൂർവ്വം ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഈ സൈബർ ആക്രമണം ഈ പരാതിക്കാരിയായ യുവതിക്ക് നേരെ കൂടുന്നത്. അതിനുശേഷം പോലീസൊക്കെ സംരക്ഷണം ഒരുക്കിയിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ കൃത്യമായിട്ട്
ശക്തമായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് ഇത്തരത്തിൽ സൈബർ പോലീസും കോടതിയും ഒക്കെ നൽകുന്നത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തതോടെ, റിമാൻഡ് ചെയ്തതോടെ, കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ സൈബർ പോലീസ് സംഘം സ്വീകരിക്കുന്നത്. അതിനുള്ളിൽ നിന്ന് ഈ യുവതിയുടെ ചിത്രമടക്കം, യുവതി ഈ പരാമർശങ്ങൾ നടത്തിയെന്ന് കരുതപ്പെടുന്ന ഈ വീഡിയോ അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇതിലൂടെയൊക്കെ ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത്. അത്ര പെട്ടെന്നൊന്നും ഇത്തരത്തിൽ ഉള്ള വ്യാപകമായ സൈബർ ആക്രമണങ്ങൾക്ക് നേരെ മുഖം തിരിക്കാനാവില്ല എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. മായ. ശരി, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.